ദില്ലിയിലെ കോച്ചിംഗ് സെന്റർ ദുരന്തത്തിൽ രാജ്യസഭയിൽ ഹ്രസ്വ ചർച്ച. IAS കേന്ദ്രത്തിൽ വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ പരീക്ഷകളെ വാണിജ്യവൽക്കരിച്ചതിന്റെ ഇരകളാണ് മരിച്ച വിദ്യാർത്ഥികളെന്ന ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി രാജ്യസഭയിലെത്തി മറുപടി പറയണമെന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. Let me just express my heartfelt condolences to the family of those people who had a tragic death. Sir, since the time is short, I would say they have been victims of this rampant commercialization of exams. I have been telling the Honorable Minister, he is a very sensible Indian minister, that too much of centralization of these exams will create havoc. I doubt whether we can have a reply from the Honorable Education Minister. Is it not a fact that the Home Minister will have to come to the House and reply to the debate here? Because O.A. Malik, ये दिल्ली का मालिक, असली मालिक कौन है सर? None other than Amit Shah ji. വിവരങ്ങൾ നൽകാൻ വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, രാജ്യസഭയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ജോൺ ബ്രിട്ടാസ് MP ഈ ഒരു വിഷയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദില്ലിയിലെ കോച്ചിംഗ് സെന്ററിൽ നടന്ന അപകടം, അതിൽ കൃത്യമായ രീതിയിലുള്ള മറുപടി, പരീക്ഷകളെ വാണിജ്യവൽക്കരിച്ച കേന്ദ്ര സർക്കാരിനെതിരെ അദ്ദേഹം ആഞ്ഞടിക്കുന്നു. അതോടൊപ്പം തന്നെ അമിത് ഷാ ആഭ്യന്തരമന്ത്രി രാജ്യസഭയിൽ നേരിട്ടെത്തി മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. വിശദമായ വിവരങ്ങളിലേക്ക്. അഞ്ജന, ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങളുടെ ആവശ്യം മാനിച്ചുകൊണ്ടാണ് ഇന്ന് രാജ്യസഭയിൽ ഒരു ഹ്രസ്വ ചർച്ച രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധങ്കർ അനുവദിച്ചത്. ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് BJP അംഗങ്ങൾ ആം ആദ്മിക്കെതിരെ വിഷയം രാഷ്ട്രീയ ആയുധമാക്കാനാണ് ഉപയോഗിച്ചത്. ആം ആദ്മി സർക്കാരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന തരത്തിൽ തന്നെയാണ് BJP അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തത്. DMK അംഗം തിരുച്ചി ശിവ ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിൽ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല, ഇതിന് പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത്. ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ നീറ്റ് വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയ തിരുച്ചി ശിവ പറഞ്ഞത് ദില്ലിയുടെ ഒരു അധികാരം ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണറിലാണ്, അതുകൊണ്ട് തന്നെ ലഫ്റ്റനന്റ് ഗവർണർക്കാണ് പൂർണ്ണ ഉത്തരവാദിത്തമെന്ന് തിരുച്ചി ശിവ ചൂണ്ടിക്കാട്ടി. TMC അംഗം ഡെറിക് ഒബ്രെയിനും ഇത്തരത്തിൽ നീറ്റ് വിഷയമടക്കം ചർച്ച ചെയ്യണമെന്ന ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് CPIM അംഗം ജോൺ ബ്രിട്ടാസ് MP ആവശ്യപ്പെട്ടത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സഭയിലെത്തി മറുപടി പറയണം എന്ന് തന്നെയാണ്. കാരണം ഈ ഒരു വിഷയത്തിൽ മറുപടി പറയാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അപര്യാപ്തനാണ്. അതുകൊണ്ട് തന്നെ അമിത് ഷാ മറുപടി പറയണമെന്ന ആവശ്യമാണ് ജോൺ ബ്രിട്ടാസ് MP സഭയിൽ ഉന്നയിച്ചത്. അഞ്ജന. ശരി, വിഷ്ണു തലവൂരാണ് വിവരങ്ങൾ നൽകിയത്.